നമസ്കാരം. ഓർമ്മയുണ്ടോ? ഞങ്ങളപ്പോ മാഷിന്റെ ഒരു വീഡിയോ കൂടി എടുക്കാന്ന് വിചാരിച്ചു. പീതാംബരം മാഷാണ്. മാഷിന്റെ വീടിന്റെ വീഡിയോ നമ്മളൊരു പ്രാവശ്യം എടുത്തിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് തമിഴ് സിനിമകളിലൊക്കെ കാണുന്ന ഗൗണ്ടർമാരുടെ വീടുകളൊക്കെ പോലൊരു വീട് എന്ന് പറഞ്ഞിട്ട് ആ വീടും കാണിച്ചാൽ ഒരു പ്രാവശ്യം കൂടിയിട്ട് ദെൻ അതോടൊപ്പം പുതിയ വിശേഷങ്ങൾ, മാഷിന്റെ പുതിയ വിശേഷങ്ങളാണ്. ഈ പഹേന സ്വന്തമാക്കി. അതിപ്പോ വേറൊരുണ്ട്, അവനില്ലെങ്കിൽ ഇപ്പൊ ഞാനില്ല എന്നുള്ളതാ സ്ഥിതി. വീട് നമുക്കൊന്ന് കാണാം. ഇവിടെ ഞാനൊരു സാധനം കണ്ടു. ഇതെന്താണ്? ഓറഞ്ചാണോ? അല്ല അല്ല, അത് നല്ലൊരു സാധനമാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ വെച്ചതാണ്. ഭയാനക പുളിയാണത്. അത് ഓറഞ്ചിന്റെ വർഗത്തിൽ. നാരങ്ങ വെള്ളമൊക്കെ ആക്കാൻ, വെള്ളം കുടിക്കാനൊക്കെ ബെസ്റ്റാണ്. വെള്ളം കുടിക്കാൻ പറ്റില്ല, അല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല അല്ലേ? ചീത്തായി പോവാണ്. തന്നെ ഉണ്ടാണ്ടിക്കട ചിരിക്കാണ് ക്യാമറാമാൻ. ഭയങ്കര ചിരി. ഇക്ക വെട്ട്. പക്ഷെ ഇത് മധുരമുള്ള ടൈപ്പ് അല്ല ഇത്. Oh my God. ഇവിടെ കുറെ തന്നെ കളിയാക്കി ചിരിക്കണ്ടോ? കാണിച്ചെടുത്ത്. അതെ, ആരെയോ പറ്റിച്ചു അല്ലേ മാഷേ? ഇതിന് പറയണത് മൂത്തോരോ വാക്കും മുതുനെല്ലിക്കയും എന്നൊക്കെ പറഞ്ഞിട്ട്. ഓ, അത് ലൈഫിൽ ഞാൻ ഇത്രയും പുളിയുള്ള സാധനം കഴിച്ചിട്ടില്ല. അത് കഴിക്കാൻ നോക്കിയോ? നന്നായി, നല്ല കാര്യം. ഇതൊക്കെ ഇങ്ങനെ വെട്ടിതാക്കുന്ന മാഷാണ് അല്ലേ? അതന്നെ അതന്നെ. അതൊക്കെ നമ്മുടെ നല്ല പണിയാണ്. ഇത് ഇങ്ങനെ കറക്റ്റ് ആക്കണമെങ്കിൽ നമുക്ക് വീടിനകത്ത് കാണിച്ചു കൊടുക്കാം. എല്ലാം മോളില് പണി നടക്കുകയാണ്, അത് കാരണം ഞങ്ങൾ മൂടിയിട്ടിരിക്കുന്നതാണ്. വുഡൻ വർക്കൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതാണ്, എങ്കിലും കാണുന്ന ഇപ്പോൾ പുതിയ ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ മാഷിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം മേലെ അവർ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ സനീഷാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അല്ലേ? ടീച്ചറല്ലേ? ഇപ്പൊ ജോലിയില്ല. ഓക്കെ. പേര് സരസ്വതി എന്നായിരുന്നു അല്ലേ? ഓക്കെ, അത് ഓർമ്മയുണ്ടല്ലോ. എനിക്ക് നിങ്ങളുടെ പേരൊക്കെ ഓർമ്മയുണ്ട്. മാഷന്മാര് കല്യാണം കഴിക്കുക ടീച്ചറെയാണ്. അത് എല്ലാവരും ചോദിക്കും, ടീച്ചറല്ലേ? പിന്നെ അന്ന് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായ സംഗതിയായിരുന്നു ഇവിടുത്തെ ഒരു പൂജാ റൂം പോലെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ശരിക്കൊരു തമിഴ്നാടൻ വീട്ടിലെത്തുമ്പോഴുള്ളൊരു ഫീച്ചറാണ്. ശരിക്കും ആക്ച്വലി നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിലാണ്. ഇതാണ് നമ്മളുടെ ലിവിങ് റൂം. ഇങ്ങോട്ട് വരുമ്പോൾ ഡൈനിങ് റൂം. ഇങ്ങനെ അയ്യപ്പാസിൻ്റെ പരസ്യം പോലെ അതിവിശാലമായി കിടക്കുകയാണ് കിച്ചൺ. 3 സെക്ഷനായിട്ടാണ്. മോഹത്തിന് വാങ്ങിച്ചതാണ്. പക്ഷേ ഇങ്ങോട്ട് അറ്റം വരെ ഇവിടെ ഒരു മുറിയുണ്ട്. ഇവിടെ നമ്മളുടെ കാർഷിക വിളകളൊക്കെ കൂട്ടിയിടുന്ന സംഗതി, തേങ്ങ, ദെൻ വാഴയ്ക്ക, റോബസ്റ്റ് ആണ്. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പാടില്ല. ഓ, പഴുത്തിട്ടുണ്ട്. ആണോ? ഇത് നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാം. ഞാനിത് ഫുള്ള് കഴിക്കില്ല. നല്ല വലുതും. പക്ഷെ നമുക്ക് മുകളിലോട്ട് പോയാലോ? ഓ, ആയിക്കോട്ടെ. പണിക്കാരുണ്ട്. എന്ത് പൊളിക്കുകയാണോ അവര്? ഇവിടെ താഴത്ത് 2 ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂമാണ് ഉള്ളത്. ഒരു ബെഡ്റൂം ഇവിടെ. വാർഡ്രോബ്, ഇവിടുത്തെ വാർഡ്രോബുകളാണ് നല്ല അടിപൊളി വാർഡ്രോബുകളാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ദെൻ അതിൻ്റെ തന്നെ റിപ്ലിക്ക അതുപോലെ തന്നെയാണ് ഇപ്പുറത്തും അല്ലേ? സെയിം ടോയ്ലറ്റും ഫെസിലിറ്റീസും എല്ലാം ഉണ്ട്. ഭയങ്കര കോസി വൈബാണ്. ശരിക്കും നമ്മൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയൊരു വീട്, അങ്ങനെയാണ് കാണുമ്പോൾ തോന്നുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു ലിവിങ് റൂം കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പോലെ. എന്താ പ്ലൈവുഡാണ് അല്ലേ? പക്ഷെ എന്ത് ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല സോളിഡായിട്ട് ഫുള്ള് നല്ല ഭംഗി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തോരോ സാധനങ്ങൾ വേണമല്ലോ വെക്കാം. നല്ല നല്ല ഫെസിലിറ്റി ഉള്ള ടോയ്ലറ്റ്. ഓ, ബാത്ടബും ഉണ്ട് അല്ലേ? പിള്ളേരുടെ ആവശ്യമായിരിക്കും, കൊച്ചു പിള്ളേരുടെ. ഇവിടെയാണ് വർക്ക് നടക്കുന്നത്. ഹലോ, ഇതിന്റെ മോളിൽ നിന്നുള്ളൊരു വ്യൂ അത് കാണിക്കാനാണ് ഈ കൊണ്ടുപോകുന്നത് നിങ്ങളെ കഷ്ടപ്പെട്ട്. പണി ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിപ്പോയിക്കോളാം കേട്ടോ. ഇവിടെ എന്താണ് പരിപാടി നടക്കുന്നത്? ഇത് മാറ്റിയിട്ട് എന്നിട്ട് ഓ, ലീക്കായത് അല്ലേ? ഓക്കെ. താജ്മഹലിന്റെ മുകളിലൊക്കെ കയറുന്നത് പോലത്തെ നല്ല രസമുള്ളൊരു സംഗതി. ക്യാമറാമാൻ കയറാൻ പറ്റുമോ പിന്നാലെ?
കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ മുകളിൽ കയറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല 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 ഭാഗങ്ങൾ കാണാം. നീലഗിരി കുന്ന് ആ ക്ലിയർ ആയി കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ല. അതാണ് നീലഗിരി കുന്ന് അല്ലേ മാഷേ? അതെ അതെ. ആ നീലഗിരി എന്ന് പറയുമ്പോൾ ഊട്ടി നീലഗിരി കുന്നാണ് കാണുന്നത്. ഇവിടുന്ന് എന്തോരം ഊട്ടിക്ക്? അല്ല 80 കിലോമീറ്റർ വരും. ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ടീ പ്ലാന്റേഷൻ ഉണ്ട്, ദെൻ കവുങ്ങുണ്ട്, ദെൻ ഇഞ്ചി കാര്യങ്ങൾ, തെങ്ങ്, എല്ലാ കൃഷികളും ഉണ്ട്. യെസ് യെസ് യെസ്. കഴിഞ്ഞ നാളെ പോവാ അങ്ങോട്ട്. ഓ അപ്പുറത്തെ ചരിവിൽ ആനയുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ കേറാൻ പറ്റാത്തത്. മോനെ ക്യാമറമാനെ, ഇവരുടെ വരവേ പണി കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു അല്ലേ? അടുത്തത് നമുക്ക് എടുക്കാം. ഞാനേ മല കയറാനൊക്കെ എനിക്ക് ഒരു പേടിയില്ല, ഓടിക്കെറിഞ്ഞാലും. പക്ഷെ മനുഷ്യനുണ്ടാക്കി എന്തെങ്കിലും സാധനത്തിന്റെ മുകളിൽ കയറാൻ മനുഷ്യന്മാരിൽ വിശ്വാസം കുറവെന്ന് തോന്നുന്നു. പക്ഷെ ആ കോണിയിൽ വിശ്വസിക്കാം. കോണി നല്ല സോളിഡ് കോണിയാണ്. അല്ല ഞാൻ ഇപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ മാഷ്, ശരിക്ക് ആധാർ പ്രകാരം അല്ലെങ്കിൽ റേഷൻ കാർഡൊക്കെ പ്രകാരം തമിഴ്നാട് ഇപ്പൊ ഇവിടുത്തെ സിറ്റിസണാണ് 100%. ഇപ്പോൾ പിള്ളേരും അതെ, എല്ലാവരും തന്നെ. നമ്മുടെ ഇളയ മോനൊക്കെ ഇവിടെ വന്നിട്ടല്ലേ ജനിച്ചത് അല്ലേ? ശരിക്കും നിങ്ങൾ തമിഴ്സ് ആണ് ഇപ്പോ അതിന്റെ പൗരത്താണ്. 1979 ഞാൻ ഇവിടെ എത്തിയത്. അതിനു മുമ്പ് എവിടെയായിരുന്നു ശരിക്കും? കല്ലൂര്, മൈസൂർ റൂട്ടിൽ കല്ലൂർ ഭാഗമാണ് അവിടെ ഞങ്ങളുടെ സിറ്റി. അങ്ങനെ ഇങ്ങോട്ട് പോകുന്നത് എന്താ വെച്ചാൽ അവിടെ പൊതുവെ സ്ഥലം കുറവായിരുന്നു. അപ്പോൾ നമുക്ക് കൃഷിയോട് ആഭിമുഖ്യമുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ അതിന് അത്രയും സ്ഥലം അവിടെ ഇല്ലായിരുന്നു. അവിടെ 1 ഏക്കർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതങ്ങനെ വിറ്റു. ഇവിടെ വന്നു. ഇവിടെ ഒരു 6 ഏക്കറോളം അങ്ങനെ. ഈ കോഫിയൊക്കെ മാഷ് വെച്ചതാണോ? അതെ അതെ അതെ. നമുക്ക് കോഫി പ്ലാന്റേഷനിലോട്ട് പോവാട്ടോ. മാഗ്നിഫിസന്റ് സ്റ്റോറി. അത് ഏറ്റവും എൻ്റെ വലിയ ഇൻകം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതായിരുന്നു, പെപ്പറായിരുന്നു. മുഴുവൻ ഇത് കാണുന്ന മുഴുവൻ കുരുമുളക് കയറി ഒരു എത്ര പറയണമെങ്കിൽ 2 ആൾ ഉണ്ടെങ്കിലേ ഒരു കുരുമുളക് എപ്പോഴും പറിക്കാൻ പറ്റുള്ളൂ. അത്ര പേരത്തിൽ വന്നിരുന്നു. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ഇൻകം ആണ് ഈ വീട്. ഓ ഓ അത് കാലങ്ങൾക്ക് മുമ്പ് അല്ലേ? അതെ അതെ. 10-20 കിൻഡൽ 20-നും 30-നും ഇടയ്ക്ക് കിൻഡൽ മുളക് പറിച്ചു. അതെന്ന് പറഞ്ഞാൽ അന്ന് വില 60,000 രൂപ 70,000 രൂപ കിൻഡലിന് വില ഉണ്ടായിരുന്നു. ഇന്ന് പോന്നിട്ട് 30-ന്റെ ചുവടായിട്ടല്ലേ അത്ര പ്രശ്നം വന്നു അല്ലേ? നമുക്ക് അങ്ങോട്ട് പറഞ്ഞാലോ? പിന്നെന്താ. അപ്പൊ വീടിന്റെ ബാക്കി കാണിച്ചു തരാം. എനിക്ക് കൃഷി കേട്ടപ്പോ കൃഷിയിടം കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മുടെ പഴയ വീടിന്റെ തറയുണ്ട് ഇപ്പൊ അവിടെ. ഓക്കെ അതൊന്നും ആലോചിച്ച് നോക്കിയേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അവര് താമസിച്ചിരുന്നിടത്ത് നിന്ന് ഭാര്യയും കുട്ടികളൊക്കെ വേറൊരു പുതിയ സ്ഥലത്ത് വരിക, പുതിയൊരു ലൈഫ് ഉണ്ടാക്കുക അല്ലെ? 2 മക്കള് അവര് വളർന്ന് വലുതായി. ദെൻ അവസാനം എല്ലാവരും വീട് വിട്ടൊക്കെ പല സ്ഥലത്ത് പോയപ്പോൾ പുതിയൊരു മകനെയും കൂടി കിട്ടി. അത് കറക്റ്റ്. മക്കളുണ്ടെങ്കിൽ അവരവിടെയാണ്. എനിക്ക് ഇവനാ ഉപയോഗപ്പെടുന്നത് സത്യത്തിൽ. പിന്നെ എനിക്കൊരു സംതൃപ്തി എന്താണെന്ന് വെച്ചാല് എന്റെ തല്ലുകൊണ്ട് വളർന്നവനാണ് അവൻ. ഓ മാഷ് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവനെ ഞാൻ പഠിപ്പിച്ചതല്ലേ. ഇവിടെ താഴത്തെ 2 ബെഡ്റൂമിൽ ഒന്നാണ് ഈ കാണുന്നത്. വളരെ ഇത് മാർബിൾ അല്ലേ ഇത്? അത് ഗ്രാനൈറ്റ് നല്ല ഭംഗിയിൽ. ഇത് മാഷ ബെഡ്റൂമാണെന്ന് തോന്നുന്നു. മാഷൻ ടീച്ചറും ബെഡ്റൂമാണെന്ന് തോന്നുന്നു. ദെൻ അതിന് ഓപ്പോസിറ്റ് സെയിം സ്ട്രക്ചർ തന്നെ അല്ലേ? സെയിം കൈൻഡ് ഓഫ് സ്ട്രക്ചർ. ദെൻ ഇതാരാ? ദേവകി അമ്മ എന്ന് പറയുന്നത് അതെന്റെ അമ്മയാണ്. ഓക്കെ. അതെ നിൽക്കണം. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ടീച്ചർ. അത് സനീഷ് തന്നതാണ്. ഇവിടെ മാഷ് ഭയങ്കരമായിട്ട് വായിക്കുമായിരുന്നു. അതെ. വായന എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബിയായിരുന്നു. മാഷ് ഏതാ സബ്ജക്ട് പഠിപ്പിച്ചിരുന്നത്? ഞാൻ പ്രൈമറി സ്കൂളിലെ ടീച്ചറല്ലേ. അപ്പോൾ എല്ലാ സബ്ജക്റ്റും പഠിക്കണം. എത്ര വർഷം ഉണ്ടായിരുന്നു സർവീസ്? 32 വർഷം. 32 വർഷം. എത്രയോ പിള്ളേരെ പഠിപ്പിച്ചു വിട്ടു അല്ലേ? അതുണ്ട്. ഒരാളെ മാത്രം ശ്രമിച്ചിട്ട് നടന്നില്ല. മാഷ് ധാരാളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൃഷിയിടം നമ്മൾക്ക് കാണാം. അപ്പോൾ വീടിന്റെ വീഡിയോ കഴിഞ്ഞിട്ട് സെറ്റ് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഞാൻ പറയണ എന്തെങ്കിലും കാര്യം അനുസരിക്കും. ഒരു കഥയൊക്കെ എഴുതുന്നവരാണെങ്കിൽ, തിരക്കഥ എഴുതുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ വന്നിരുന്ന് സുഖമായിട്ട് എഴുതാൻ പറ്റിയ സ്ഥലമാണ് അല്ലേ സനീഷ്? ഈയിടെ ഒരു സിനിമ വന്ന് പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. മൂന്നാമത്തെ ഇതിന് മുന്നേ 2 പടം പിടിച്ചു. ഓക്കെ. അപ്പോൾ വേറെ ഇത് ലൊക്കേഷനൊക്കെ കൊടുക്കും മാഷി വീട്?
ഞാൻ അങ്ങനെ കൊടുക്കും ഫ്രീ ആയിട്ട് ഒരു ഒറ്റ പൈസ ഞങ്ങൾക്ക് ചിലവ് അവർക്ക് കാപ്പി കൊടുക്കലൊക്കെ ഞങ്ങളുടെ ചിലവാണ്. വേണ്ട, കാശ് മേടിച്ചിട്ട് കൊടുത്താൽ ഇല്ല, ഞാൻ വിചാരിച്ചു നമ്മൾ കലയെ ഒരു പൊതുവെ അങ്ങനെ. മാഷ് നമ്മുടെ നാട്ടില് അന്യം നിന്ന് പോകുന്ന ചില പ്രത്യേക ആളുകളിൽ പെട്ട ഒരാളാണ് തോന്നുന്നത് അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ പണ്ട് ഇതുപോലെ ഒന്നിലും ലാഭം നോക്കാത്ത, എല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്ന, എൻ്റെ ഉള്ളത് നിൻ്റെതുമാണ്, നിൻ്റെ ഉള്ളത് എൻ്റെതുമാണ്, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ മനസ്സിലായി അതല്ല സത്യം എന്നുള്ളത്. ഐ മീൻ അറ്റ്ലീസ്റ്റ് നമ്മുടെ അനുഭവം കൊണ്ട്. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് നിൽക്കാൻ പഠിക്കാന്ന് പറയില്ലേ? അല്ല, അതിനൊരു പണിയുണ്ട്. ആദ്യമായിട്ട് അവരിൽ നിന്നൊന്നും നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക, അപ്പൊ വിഷമിക്കേണ്ടി വരില്ല. ഓഫ് കോഴ്സ്. ഇതില് മെയിനായിട്ട് കാപ്പിയാണ് കൃഷി അല്ലേ? അതെ, കാപ്പി. ഇപ്പൊ ഈ കാപ്പി ചെടികൾക്കൊക്കെ എത്ര വയസ്സുണ്ടാവും? 40 വർഷം പഴക്കമുള്ള തൈകളാണ് ഇത്. ഈ കോഫി 30 വർഷം തന്നെ ഉണ്ടാവും. 30 വർഷം. ഇതാണ് ഒരെണ്ണം ഇതിന്ന് പറയട്ടെ. ഇതാണ് അറിയാത്തവർക്ക് കോഫിയുടെ ഈ സാധനം. ഇതിന്റെ ഇത് കളഞ്ഞിട്ട്, ഇതെല്ലാം കളഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിലത്തെ ഈ കുരു, ഇത് റോബസ്റ്റ ആണോ? അതെ. 2 തരം കോഫിയാണ് ഇന്ത്യയിൽ വളർത്തുന്നത്, അറാബിക്ക ആൻഡ് കോഫി, പിന്നെ റോബസ്റ്റ. ഇതാണ് കോഫി ബീൻസ്. ഈ കോഫി ബീൻസ് വെച്ചിട്ടാണ് നമ്മൾ കോഫി ഉണ്ടാക്കുക. ഇവിടെ നിന്ന് അങ്ങനെ കിടക്കുകയാണ് അല്ലേ? താഴോട്ടും തോരുണ്ട്. കുറച്ചുകൂടെ പോയാൽ മതി. അവിടെയായിരുന്നു നമ്മുടെ വീട്. വീടിന്റെ തറ ഉണ്ടെന്ന് പറഞ്ഞ മാഷ്. നടക്കാൻ കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ല, ഒന്നുമില്ല. എന്നാലും ഒറ്റയ്ക്ക് നടന്നാൽ പറ്റില്ലെന്ന് മാത്രം. അതിപ്പോൾ ഞാനിപ്പോൾ എവിടെ പോകുമ്പോഴും സനീഷ് ഉണ്ടാവും, അല്ലാതെ എനിക്ക് പുറത്ത് പോകാൻ. അല്ല, അന്ന് ഞങ്ങൾ വരുമ്പോൾ സനീഷ് മാഷ കൂടെ കൂടിയിട്ടില്ല. ഉണ്ടോ? അന്നും ഉണ്ടോ? ഫുൾ ടൈം ഇല്ല. സർജറിക്ക് മുന്നേ വന്നു. അതെ, സ്പൈൻ, നമ്മുടെ നട്ടല് 2 കശേരുക്കൾ തള്ളി, 2 സ്പൈനൽ കോഡിനെ അത് ബെൻഡ് ചെയ്തു. അപ്പോൾ കാലിന് ഭയാനക വേദന. ബാംഗ്ലൂർ പോയി, പിന്നെ മണിപ്പാൽ ഹോസ്പിറ്റൽ, ബാംഗ്ലൂരിൽ മണിപ്പാൽ ഹോസ്പിറ്റലുണ്ട്, അവിടെ നിന്നാണ് സർജറി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എത്ര നാൾ മുമ്പായിരുന്നു സർജറി? ഇപ്പോൾ 2 വർഷം അല്ലേ? 2 വർഷം. മാഷക്ക് പഴയ വീടും തമിഴ് സ്റ്റൈലിൽ തന്നെയാണ് പണിതിട്ടുള്ളത്. അതും നല്ല വലിപ്പം, 10-12 മുറി ഉണ്ടായിരുന്നു. ഒരു ഹാള്, ഏകദേശം ഒരു 100 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഹാള്. ചരിത്രമാണ് മക്കളെ, ചരിത്രം. ഇതായിരുന്നു വീട്. വീടിന്റെ ഫ്രണ്ട് ഡോറ് പഴയ കൊത്തുപണികളുടെ സ്റ്റൈലില്, ആ കാലത്തെ കൊത്തുപണികളുടെ സ്റ്റൈലില്. എത്ര വർഷമായി ആ വീട് വെച്ചിട്ടപ്പോ? ഒരു 16-17 വർഷം. അത്ര വർഷം. അതുവരെ ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഓടുവീടായിരുന്നു അല്ലേ ഇത്? അതെ, ഇത് ഓടുവീടായിരുന്നു. മാറാല്. വീടിന് പേരിട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇത് KM ADMK. ഞാൻ അതിലായിരുന്നു 17 വർഷം. ജയലളിതയുടെ പാർട്ടിയല്ലേ അത്? അതെ. ഞാൻ അതിന്റെ ഈ ഏരിയ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ നമ്മള് ഒരു കൊടിമരം ഉണ്ടാക്കി. എന്റെ ഓർമ്മ, ഇത് അന്നത്തെ കാലത്ത് ഞാൻ ഉണ്ടാക്കിയ സോഫ കം ബെഡാണത്. ആശാരിപ്പടി ഇഷ്ടമാണ്. സ്വന്തം ഉണ്ടാക്കി. അത് എൻ്റെ ഒരു ബാക്ക് എടുത്താൽ അങ്ങോട്ട് മറിക്കാൻ പറ്റും. പണ്ട് മാസ്റ്റർ തലമുറയിലെ ആളുകൾക്ക് എല്ലാ കാര്യത്തിലും പ്രാവീണ്യം ഉണ്ടായിരുന്നു അല്ലേ? അത് എനിക്കൊരു തത്വശാസ്ത്രം എന്ന് പറയുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റാത്തൊന്നുമില്ല, നമ്മളത് ശ്രദ്ധിക്കാനായിട്ടാണ്. ഈ നമ്മളറിയില്ല എന്ന് വിചാരിക്കുന്ന പണിയുന്ന ഒരു മനുഷ്യൻ തന്നെയല്ലേ, എന്തുകൊണ്ടത് നമുക്കായിക്കൂടെ? സ്വന്തം കട്ട പിടിച്ചിട്ടുണ്ട്, അത് ചുട്ട് കെട്ടുപണി എടുത്തു. കെട്ടുപണി വെച്ചാൽ അതിങ്ങനെ താഴത്ത് കാണുന്ന ആ ഭാഗമൊക്കെ ഉണ്ടല്ലോ, ആ ടൈൽസൊക്കെ ഇട്ടത് അന്നത്തെ കാലത്ത് ഞാനാണ്. നമ്മുടെ മനസ്സിൽ വെറുതെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാത്ത. ഇത് നമ്മുടെ ഇതാണോ? അതെ അല്ലേ? താഴോട്ട് അങ്ങോട്ട് വളരെ ലഷ് ഗ്രീൻ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ സനീഷ് ഇതൊക്കെ പണിക്കാരെ വെച്ചും മാസത്തിലോ? അല്ല, ഇപ്പൊ കുറച്ച് വീടിന്റെ പണി ആയതുകൊണ്ട് നിർത്തിയതാ. ഇപ്പൊ പണി തുടങ്ങാനായി. ഡെയിലി പണി ഉണ്ടാവും അല്ലേ? എനിക്ക് സത്യത്തിൽ ഈ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ഈ വൈകല്യം വന്ന സമയത്ത് എന്തോ ദൈവത്തിൻ്റെ സഹായം കൊണ്ടാണ് ഇവനോട് എത്തിപ്പെട്ടത്. സ്വന്തം മക്കളെക്കാൾ കൂടുതൽ എനിക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉപകാരപ്പെടുന്നത് ഇവനാണ്. സനീഷിന്റെ ഒരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളതേ, സനീഷ് കുലുക്കമില്ലാത്ത പാറ പോലെയാണ്. എന്ത് പറഞ്ഞാലും എനക്കുണ്ടാവില്ല മൂപ്പര് അങ്ങനെയൊക്കെ. പക്ഷെ നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നമ്മൾക്ക് ആ മലയുടെ മുകളിൽ കയറണം, അപ്പം തന്നെ 1-2 ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ അത് സെറ്റായി. എന്താവശ്യം ഉണ്ടായി കഴിഞ്ഞാലും ഭയങ്കര ഹാൻഡ്സ് ഓൺ ആണ് കാലങ്ങളായിട്ടുള്ളതുകൊണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ജീവിക്കാൻ അത്ര അറിയാത്ത ഒരാളായിട്ടും തോന്നിയിട്ടുണ്ട് ചില. കറക്റ്റ്, നിങ്ങളുടെ ആ ഗസ് വളരെ ശരിയാണ്. കാരണം എന്നറിയോ, കാരണം ഇവന് ഈ സോഷ്യൽ സർവീസും ആളുകൾക്കും വേണ്ടിയിട്ട് ജീവിച്ചു. ഞാൻ പറഞ്ഞു, നീ ആദ്യം ജീവിക്കേ, എന്നിട്ട് നിൻ്റെ സ്പെയർ ടൈം അത് സോഷ്യൽ
ആയിട്ട് ചെയ്യുക. അല്ലാതിരുന്നാൽ അവസാനം ആരും ഉണ്ടാവില്ല. ഇനി നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഇന്ന് ഈ പഹയൻ ഞങ്ങളെ വിടാണ്ട് ഇവിടെ പിടിച്ചു നിർത്തിയേക്കാണ്. എന്തൊക്കെയാണ്? ഫുള്ള് പുഴുക്ക, ചേമ്പ്, കാച്ചില്, ചേന. നിങ്ങൾ ഹോട്ടലിൽ കയറിയ ബിരിയാണി അത് ഒക്കെ അല്ലേ അടിക്കുക. അപ്പം നാടൻ വിഭവങ്ങൾ എന്താണെന്ന് പരിചയപ്പെടണ്ടേ?